കുറച്ചുനാൾ മുൻപ് വരെ പാർട്ട്ണർമാരായിരുന്ന ബിസിനസ് പങ്കാളികളായിരുന്ന വിജയ് ബാബുവും സാന്ദ്ര തോമസും പരസ്പരം ഫേസ്ബുക്കിൽ കൊമ്പ് കോർക്കുകയാണ്. ഇപ്പോൾ കോടതി വിധിക്ക് പിന്നാലെ വിജയ് ബാബു നായയുടെ ചിത്രം പങ്കുവച്ചു ഒരു പോസ്റ്റ് ഇട്ടു. അതേ രീതിയിലുള്ള മറുപടിയാണ് സാന്ദ്രയും നൽകിയത്. പിന്നാലെ വിജയ് ബാബു മാനസിക രോഗി എന്ന പരാമർശവുമായി സാന്ദ്ര രംഗത്തെത്തി. അദ്ദേഹം ഒരു മാനസിക രോഗിയാണ്. എനിക്ക് അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇലക്ഷൻ നടക്കുകയല്ലേ, അതിനെക്കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം. വിജയബാബു ഒന്നും മറുപടി അർഹിക്കുന്നില്ല. ആണ് അതൊരു അവസരം മുതലാക്കി ഒരു അസുഖമുള്ള ഒരാളുടെ ഒരു പ്രശ്നമായിട്ട് മാത്രം കണ്ട് അതിനെ തള്ളിക്കളയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ ഫേസ്ബുക്കിൽ കൂടെ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. വർഷങ്ങളായിട്ട് 10-25 വർഷമായിട്ട് ഇരിക്കുന്ന പാനലാണ്. ആ പാനൽ ഇന്ന് തകരുന്ന കാഴ്ച എല്ലാവരും കാണുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു ഇലക്ഷൻ കൂടിയാണിത്. കൂടാതെ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. എന്നെ കൂടാതെ ഇതുവരെ കഴിഞ്ഞ മുൻപ് വർഷങ്ങളിൽ ഒന്നുമില്ലാത്തതുപോലെ ഒരുപാട് ആളുകൾ മത്സരിക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മറ്റ് കീ പോസ്റ്റുകളിലേക്കും മത്സരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ മാറ്റം ഈ അസോസിയേഷൻ മാത്രമല്ല മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം. നവമി ദിനേഷ് കൊച്ചിയിൽ നിന്ന്. നവമി, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കങ്ങളാണ്. അതിപ്പോൾ മുൻ ബിസിനസ് പാർട്ട്ണർമാരായ രണ്ടുപേർ തമ്മിലുള്ള വ്യക്തിപരമായ പോരിലേക്കും അല്ലെങ്കിൽ തരംതാണ വിളികളിലേക്കുമൊക്കെ എത്തുന്ന സാഹചര്യമാണുള്ളത്. ഇത് ഇവർ തമ്മിലുള്ള ഒരു തർക്കമായി മാറിയത് എങ്ങനെയാണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സാന്ദ്ര, എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിലുള്ള ഈ പട്ടിപ്പോര് അവസാനിക്കുന്നില്ല. ആദ്യം ഈ വിജയ് ബാബു ഇട്ടൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: മനുഷ്യരെക്കാൾ വിശ്വാസയോഗ്യമായതുകൊണ്ട് തനിക്ക് മൃഗങ്ങളെയാണ് ഇഷ്ടം എന്നൊരു ഒരു നരിയുടെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടായിരുന്നു ആദ്യം വിജയ് ബാബു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിന് മറുപടിയായി മറ്റൊരു പോസ്റ്റ് ഈ സാന്ദ്ര തോമസ് ഇടുന്നുണ്ട്. അതിങ്ങനെയാണ്: വിജയ് ബാബുവിന് പട്ടിയെ വിശ്വസിക്കാമെന്നും എന്നാൽ പട്ടി വിജയ് ബാബുവിനെ വിശ്വസിക്കുമോ എന്നതിലേ ഉള്ളൂ പേടി എന്നായിരുന്നു സാന്ദ്രയുടെ മറുപടി. വിജയ് ബാബു വിട്ടുകൊടുത്തില്ല. വേറൊരു പോസ്റ്റ്, അത് സ്വന്തം വളർത്തുനായയുടെ ഫോട്ടോ ഇട്ടുകൊണ്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇടുന്നു. അതിൽ പറയുന്നത്: നിർമ്മാണ പങ്കാളിത്തം ഉപേക്ഷിച്ചപ്പോൾ സാന്ദ്രയ്ക്ക് പകരം നായയെ ദത്തെടുത്തു. സാന്ദ്ര, നിങ്ങൾ ശരിയാണ്, നിങ്ങളെക്കാൾ ഇതിനെ വിശ്വസിക്കാം, ഈ വളർത്തുനായയെ എന്നും കൂടി പറയുന്നുണ്ട്. ഒപ്പം ഒരു കാര്യം, സാന്ദ്രയുടെ പട്ടി ഷോയ്ക്ക് ഇനി മറുപടി പറയാൻ ഞാനില്ല, എനിക്ക് ഷൂട്ടുണ്ട്, ബൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് ബാബു ഈ പോസ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പിന് അല്പസമയം മുമ്പ് സാന്ദ്ര തോമസ് എത്തിയിരുന്നു ഹോട്ടൽ അബാദ് പ്ലാസയിൽ. അവിടെ വെച്ച് നമ്മൾ ഈ പട്ടി ചർച്ചയുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയപ്പോഴാണ് സാന്ദ്ര പറഞ്ഞത് വിജയ് ബാബു മാനസിക രോഗിയാണ്, അങ്ങനെയുള്ളവർ മറുപടി അർഹിക്കുന്നില്ല, അത് തള്ളിക്കളയുന്നു, ഇനി എന്ത് പറഞ്ഞാലും വിജയ് ബാബു എന്ത് പറഞ്ഞാലും താൻ അതിനെ പുച്ഛിച്ചു തള്ളുന്നു എന്നാണ് സാന്ദ്രയുടെ മറുപടി. ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് സംഘടനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാന്ദ്ര ആരോടും പോരാട്ടത്തിൽ നിന്നും പിന്നോട്ടില്ല. അത് ആരോടായാലും, വിജയ് ബാബുവിനോടായാലും നിർമ്മാതാക്കളോടായാലും പോരാട്ടമായി തന്നെ മുന്നോട്ട് തന്നെ എന്ന ഒരു കാര്യം കൂടിയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. എന്തായാലും ഇനി ഈ സാന്ദ്രയുടെ ഈ മനോരോഗി പരാമർശത്തിന് വിജയ് ബാബു ഏതെങ്കിലും തരത്തിലുള്ളൊരു മറുപടി നൽകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ഇതോടൊപ്പം നവമി, നേരത്തെ 15 മണിക്കൂർ മുമ്പ് വിജയ് ബാബു ഇട്ട പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട് തൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട്, അവർക്കിടയിൽ 2010 തൊട്ടുണ്ടായ എല്ലാ ചാറ്റുകളുമുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനി ഒരു ഭീഷണി ഉണ്ടാക്കി പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ അപമാനിക്കാനുള്ള ശ്രമമെങ്കിൽ താൻ തെളിവുകൾ പുറത്തുവിടും എന്നതടക്കമുള്ളൊരു ഭീഷണി സ്വരം വിജയ് ബാബുവിൻ്റെ പോസ്റ്റിലുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ആ സമയത്ത് സാന്ദ്രയും വിജയ് ബാബുവും പരസ്പരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഒരു ഇടവേളയിൽ അവരെല്ലാം ഈ പരസ്പര അഭിപ്രായ വ്യത്യാസവും ഈ വഴക്കുമെല്ലാം അവസാനിപ്പിച്ചതാണ്. അത് വീണ്ടും തുടങ്ങുകയാണോ അങ്ങനെയാണെങ്കിൽ?
ഈ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഈ ഫ്രൈഡേ ഫിലിംസും വിജയ് ബാബുവും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞത്. സാന്ദ്ര തോമസിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് തള്ളിയ വരണാധികാരിയുടെ നടപടിയിൽ ആണ് ആദ്യമായി സാന്ദ്ര തോമസ് ഈ ഫ്രൈഡേ ഫിലിംസിൽ നിന്നും താൻ പോയിട്ടും അതിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് തന്റെ പേരിലാണ്, അത് ആർക്കും തന്നെ എഴുതി കൊടുത്തിട്ടില്ല എന്നൊരു പരാമർശം സാന്ദ്ര നടത്തിയത്. പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിജയ് ബാബു ചില പരാമർശങ്ങൾ നടത്തിയത്. അതിൽ പറയുന്നത് ഈ ഫ്രൈഡേ ഫിലിംസിനെ ഈ വിവാദങ്ങളിലേക്കൊന്നും വലിച്ചിഴക്കരുത്, ഇതിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അവകാശങ്ങളും ഇതിന്റെ ലാഭമായിക്കോട്ടെ അല്ലെങ്കിൽ ലാഭമോ അതിൽ കൂടുതലോ ആണ് സാന്ദ്ര തോമസ് കൊണ്ടുപോയത്, അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട്, കോടതി തീരുമാനിക്കട്ടെ, മറിച്ചൊരു വിധി വരികയാണെങ്കിൽ അത് പുതിയ ഒരു അനുഭവമായിരിക്കും അല്ലെങ്കിൽ പുതിയ ഒരു വാർത്തയായിരിക്കും എന്നായിരുന്നു വിജയ് ബാബുവിന്റെ പ്രതികരണം. പിന്നീട് ഇന്നലെ ഈ ഹർജി സാന്ദ്ര തോമസ് നൽകിയ ഹർജി കോടതി തള്ളുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വിജയ് ബാബു പറഞ്ഞത്. അതിൽ കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഫ്രൈഡേ ഫിലിംസുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങളിലേക്ക് അതിനെ വലിച്ചിഴയ്ക്കുകയും സാന്ദ്ര തോമസ് അതുമായി ബന്ധപ്പെട്ട ഷെയറോ അല്ലെങ്കിൽ ഒരു അവകാശവും ഇല്ല എന്ന് ആവർത്തിച്ച് വിജയ് ബാബു പറയുന്നുണ്ട്. ഒപ്പം തന്റെ പക്കലും ചില തെളിവുകളുണ്ട്, തന്റെ ഫോണിലും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ചാറ്റുകൾ എല്ലാം തന്നെയുണ്ട്. അതെല്ലാം തന്നെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം പൊതുജനങ്ങളെ അറിയിക്കുന്ന അല്ലെങ്കിൽ ഇതെല്ലാം പരസ്യമാക്കാനുള്ള ഒരു സാഹചര്യം സാന്ദ്ര തോമസ് ഉണ്ടാക്കരുത് എന്നുകൂടി ഇന്നലെ വിജയ് ബാബു ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അതിന് മറുപടിയായാണ് വീണ്ടും ഇരുവരും തമ്മിലുള്ള പോര് സോഷ്യൽ മീഡിയയിലൂടെ പുരോഗമിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ശ്രീജ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് വളർത്തുനായയുടെ പോസ്റ്റ് പങ്കുവച്ചുള്ള വളർത്തുനായയുടെ ചിത്രം പങ്കുവച്ചുള്ള പോസ്റ്റിന് ഏറ്റവും ഒടുവിൽ ഒരു അധിക്ഷേപകരമായ പരാമർശത്തോടെയാണ് സാന്ദ്രയുടെ മറുപടി. വിജയ് ബാബു ഒരു മാനസിക രോഗിയാണ്, അങ്ങനെയുള്ള ഒരാൾ പറയുന്നതിന് ആര് വില കൊടുക്കുന്നു, പ്രതികരണം അർഹിക്കുന്നില്ല എന്നതാണ് സാന്ദ്രയുടെ മറുപടി.